അതുകൊണ്ടാണ് ബ്രഹ്മാവിന് ക്ഷേത്രം ആവശ്യമില്ല എന്ന് പറയുന്നത്. ബ്രഹ്മാവിന് ക്ഷേത്രം ആവശ്യമില്ല. ലക്ഷ്മിക്ക് ക്ഷേത്രമില്ല, അറിയോ? ലക്ഷ്മിക്ക് ക്ഷേത്രമില്ല. ലക്ഷ്മി ദേവിക്ക് ക്ഷേത്രമില്ല. ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രങ്ങളാണ് ഓരോ ഗ്രഹങ്ങളും. ഓരോ വീടുകളും ലക്ഷ്മി ഗ്രഹങ്ങളാണ്. തേനീച്ചയുടെ വീട് ലക്ഷ്മി ഗ്രഹമാണ്, ഉറുമ്പിൻ്റെ വീട് ലക്ഷ്മി ഗ്രഹമാണ്. അപ്പോൾ ഈ ക്ഷേത്ര സങ്കല്പവും അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ലക്ഷ്യം, ആ ക്ഷേത്ര സംബന്ധിച്ചവരുടെ പദ്ധതി, പ്ലാൻ എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങിപ്പോൾ സംശയ നിവൃത്തി കുറച്ച് വരുത്തി. പക്ഷെ ഇതിന്റെ പൂർണ്ണമായ സംശയ നിവൃത്തി വരുത്തണമെങ്കിൽ ഈ ശ്രീരാമനിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും ഇത് വലിയ സീതയിലേക്ക് പോകേണ്ടിയിരിക്കും. അതെ, ആദ്യത്തെ ലക്ഷ്മി ആയിരിക്കുന്ന സീതയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രഹ്മശക്തിയായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഗ്രഹമായിരിക്കുന്ന ക്ഷേത്രമായിരിക്കുന്ന നമ്മളുടെ ശരീരം ശുദ്ധമായിട്ട് വേണം ക്ഷേത്രത്തിലെത്താൻ. അതുപോലെ തന്നെ നമ്മളുടെ ലക്ഷ്മി ഗ്രഹങ്ങളായിരിക്കുന്ന ഓരോ വീടും ശുദ്ധമാക്കിയിട്ട് വേണം നമ്മൾ ക്ഷേത്രങ്ങളിലെത്താൻ. ക്ഷേത്രങ്ങളിലെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല ക്ഷേത്രങ്ങളിലെത്തുന്നത്. നമ്മൾ ഒരു നല്ല ആരോഗ്യമുള്ള അന്തരീക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളുടെ ഓരോ ഗാത്രത്തിനും വേണ്ടിയിട്ട് നമ്മൾ ആ പഞ്ചഭൂത സേവയെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിലെത്തുന്നത്. അപ്പം നമ്മളുടെ ഏറ്റവും നല്ല പഞ്ചഭൂത വിശേഷങ്ങളെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയെ നമ്മൾ പവിത്രീകരിച്ച് ശുദ്ധീകരിച്ച്, ഈ രാവിലെ ഗണപതി ഹോമത്താലൊക്കെ വായുമണ്ഡലത്തെ നവീകരിച്ച് ശുദ്ധീകരിച്ച് ഒരു ക്ഷേത്രഭൂമിയെ വളരെ പരിശുദ്ധമായ ഒരു അന്തരീക്ഷത്തെ, എത്ര ജനം വന്നാലും അവിടെ എല്ലാവർക്കും ആരോഗ്യത്തെ കിട്ടുന്ന രീതിയിൽ ആ ക്ഷേത്ര ഭൂമിയെ ഖണ്ഡനിരൂപണം ചെയ്ത് വളരെ പവിത്രമാക്കി നിർത്തിക്കൊണ്ട് അവിടെ ഗാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ആരോഗ്യ നിലയങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ നിൽക്കുന്നു. അവിടെ പ്രദക്ഷിണം ചെയ്താൽ ആരോഗ്യം ദക്ഷിണ. ആ പ്രസാദം പ്രഥമ തീർത്ഥം പ്രസാദം, ജലമാണ് അവിടുത്തെ പ്രസാദം. ഏറ്റവും നല്ല മണ്ണ് ഏതാണെന്നറിയോ? ഏറ്റവും നല്ല മണ്ണ്, ഏറ്റവും നല്ല ശിവൻ, അത് ചന്ദനമാണ്. ഏറ്റവും വില കൂടിയത്. അന്ധവിശ്വാസം കൊണ്ടല്ല ചന്ദനത്തിൻ്റെ വില കൂടിയത്, അതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ്. അപ്പോൾ അത്രയും നല്ല ചതി ആഹ്ലാദേന ആഹ്ലാദിപ്പിക്കുന്നത് ചന്ദ്രൻ. നമുക്ക് ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നതായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആ പ്രോട്ടോണിൻ്റെ മണ്ണിൻ്റെ കണത്തെ നമുക്ക് പ്രസാദമായി തന്നുകൊണ്ട് അത് ജലവുമായി ചേർത്ത് വെച്ച് ഏറ്റവും നല്ല പാർവതിയെ തരുന്നു, ഏറ്റവും നല്ല ശിവത്വത്തെയും അവിടുന്ന് തരുന്നു. അങ്ങനെ ആ നല്ല പ്രോട്ടോണിനെ നമുക്ക് നല്ല വായു കിട്ടുന്നുണ്ടല്ലോ, നല്ല വായു. അതെ, അപ്പൊ നമുക്ക് പ്രസാദം, ആകാശവുമാണല്ലോ. അതെ, നല്ല അഗ്നിയാണ്. പത്രികളാൽ നല്ല അഗ്നിയാണ്, ഔഷധമായിരിക്കുന്ന അഗ്നിയും അവിടെ രസരേണുക്കളായിട്ട് പ്രവഹിക്കുമ്പോൾ നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഏറ്റവും നല്ല ശിവത്വവും ഏറ്റവും നല്ല പാർവതിയുമാണ്. ഏറ്റവും നല്ല മഹാദേവനെയാണ് നമുക്ക് ഒരു ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായിട്ട് കിട്ടുന്നത്. അപ്പൊ അതെ, അവിടെ പിന്നെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് വൈഷ്ണവ സമ്മാനങ്ങളാണ്. അവലായാലും മലരായാലും കൽക്കണ്ടമായാലും എന്തായാലും അതെല്ലാം കിട്ടുന്നത്, അതെല്ലാം വൈഷ്ണവത്തിൻ്റെ വൈഭവമാണ്. നമ്മൾ കൈ നീട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ആദ്യം തരുന്നത് പാർവതിയെ, രണ്ടാമത് ശിവനെ, പിന്നെ വൈഷ്ണവത്തിൻ്റെ സമ്പാദ്യമായിരിക്കുന്ന ആ പ്രോട്ടോണിനെ നിലനിർത്തുന്ന ശിവനെയും പാർവതിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതെ ആ നല്ല പ്രോട്ടീനുള്ള ആ പ്രസാദമാണ് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നത്. ഇങ്ങനെ കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇടം പറഞ്ഞു തരാം. മറ്റൊരിടവുമില്ല, ഈ ശാസ്ത്രനിലയം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ക്ഷേത്രമാകുന്ന ശാസ്ത്രനിലയത്തിന്റെ പ്ലാൻ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ത്രേതായുഗത്തിലേക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. സീതാ തത്വവും ശ്രീരാമ തത്വവും ഒക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കും. അപ്പോൾ അതെ, ഓരോ ക്ഷേത്രത്തിലെയും ജനിത ഘടനയെക്കുറിച്ചും ജനിത ഘടനയ്ക്ക് കാരണമായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിട്ടപ്പെട്ട രീതികളെക്കുറിച്ചും ഓരോ പ്രദേശത്തിൻ്റെ ഉയരത്തെക്കുറിച്ചും താഴ്ചയെക്കുറിച്ചും ദ്രവ്യവിശേഷത്തിൻ്റെ ആ സർവശാസ്ത്ര നിലയമാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള വൈഭവത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. ആ പഠനത്തിനായിട്ട് പ്രണവവേദം കേൾക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ശ്രീരാമൻ്റെ സിദ്ധാന്തം എങ്ങനെയാണ് ക്ഷേത്ര സംവിധാനത്തിലേക്ക് വന്നത്, എങ്ങനെയാണ് ത്രേത സിദ്ധാന്തം ക്ഷേത്ര സംവിധാനമായിട്ട് വന്നത്. അവിടെയാണ് ത്രിബന്ധം എങ്ങനെയാണ് ക്ഷേത്രത്തിൽ സാധ്യമാകുന്നത്.